ഗുഡ് മോർണിംഗ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് വ്ളോഗ്സ്. എന്താണ് വിശേഷങ്ങളൊക്കെ? കുറച്ചായി ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഒരു 1000 ദിർഹംസ് കണ്ണിൻ്റെ മുന്നിൽ കൂടെ പോയിട്ടുള്ളൊരു കഥയാണ്. ഒരു വണ്ടി റെൻറ്റിനെടുത്താണ്. ആദ്യമായിട്ട് എടുക്കുന്ന കാരണം കൊണ്ട് കുറേ കാര്യങ്ങളൊന്നും അറിയണ്ടായിരുന്നില്ല. പക്ഷേ 1000 ദിർഹംസ് പോയപ്പോഴാണ് കുറേ കാര്യങ്ങളൊക്കെ പഠിച്ചത്. സോ എടുക്കാൻ പോകുന്നവർ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. മാക്സിമം ഡെപ്പോസിറ്റ് കൊടുക്കാതെ എടുക്കാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ എടുക്കുക. വണ്ടി എടുക്കുമ്പോൾ സാലിക്കിന് മാക്സിമം ഒഴിവാക്കാൻ നോക്കുക. കാരണം 1 ദിർഹംസ് എക്സ്ട്രാ അവർ ആഡ് ചെയ്യും. അപ്പോൾ അതൊന്ന്. പിന്നെ നമ്മൾ കാർ വാഷ് ചെയ്ത് കൊടുത്താലും പിന്നെയും ഒരു 120 ദിർഹംസ് അവർ എക്സ്ട്രാ എന്താ പറയുക കാർ വാഷ് എന്ന് പറഞ്ഞിട്ട് ചാർജ് ചെയ്യുന്നുണ്ട്. പിന്നെ അഡ്മിൻ ഫീ, പിന്നെ വേറെന്തായിരുന്നു, വണ്ടി ഒരു സ്ക്രാച്ച്, ചെറിയൊരു സ്ക്രാച്ച്, അത് ഞാൻ പുറത്തന്വേഷിച്ചപ്പോൾ ഒരു 200 ദിർഹംസ് 300 ദിർഹംസ് വരുന്നതാണ് പറഞ്ഞത്. അതിന് 650 ദിർഹംസാണ് അവർ ചാർജ് ചെയ്തത്. ഒന്നും ചെയ്യാൻ പറ്റില്ല, തല്ലുകൂടിയിട്ടൊന്നും കാര്യമില്ല. സോ ഞാൻ രണ്ടാമതൊരു വണ്ടി എടുത്തു. അത് ഈ പറഞ്ഞ പോലെ ഡെപ്പോസിറ്റ് വേണ്ട, ഒരു 300 ദിർഹംസ് ഡെപ്പോസിറ്റ്. അത് സാലിക്ക് എന്തെങ്കിലും കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് റിട്ടേൺ തരുമെന്ന് പറഞ്ഞു. അത് കറക്റ്റായിട്ട് കിട്ടി. 1000 ദിർഹംസ് പോയി. അപ്പോൾ യുഎയിൽ കാർ റെൻറ്റിന് എടുക്കുന്നുണ്ടെങ്കിൽ മാക്സിമം അതൊന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. ഇല്ലെങ്കിൽ 1000 ദിർഹംസ് പോയി കിട്ടും. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. വീണ്ടും കാണാം. ബൈ.